സാധാരണ ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയാസം ഉണ്ട് ഇതിൽ യാത്ര ചെയ്യാൻ. നിലവിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ട് ഇത്തരത്തില് ഈ കുറ്റികൾ നാട്ടരുത് എന്നുള്ളത്. നമ്മുടെ ഭിന്നശേഷി സൗഹൃദം ആയിരിക്കണം നമ്മുടെ പൊതു ഇടങ്ങൾ. ആ പൊതു ഇടങ്ങളിൽ ഇത്തരം കുറ്റി നാട്ടാൻ പാടില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷനിലാണ്. ഈ എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെ ഫുട്പാത്ത് പ്രേക്ഷകർ മറന്നു കാണാനിടയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രഭാവതി അമ്മ എന്ന പേരിലൊരു വൃദ്ധ ട്രാഫിക് ബ്ലോക്ക് സമയത്ത് ഈ ഫുട്പാത്തിലൂടെ ബൈക്കുമായി കടന്നുപോയ യാത്രികനെ തടഞ്ഞു നിർത്തുകയും അത് സാമൂഹ്യ മാധ്യമത്തിലടക്കം വീഡിയോയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ആ സമയത്ത് പ്രഭാവതി അമ്മയുടെ ആ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് ജില്ലാ ഭരണകൂടം ഈ ഫുട്പാത്തിനകത്ത് ബൈക്ക് യാത്രികർ കടന്നു പോകാൻ സാധിക്കാത്ത തരത്തിൽ 3 കുറ്റികൾ സ്ഥാപിക്കുകയുണ്ടായിരുന്നു. അത് ബൈക്ക് യാത്രികർ ഈ ഫുട്പാത്തിനകത്തൂടെ ട്രാഫിക് ബ്ലോക്കിന്റെ സമയത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവർ ചെയ്തത്. എന്നാൽ അതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് മറ്റൊരു വിഭാഗം ആളുകൾക്ക് അനുഭവിക്കേണ്ടതായി വന്നു. മറ്റാരുമല്ല, ഈ വീൽ ചെയറിലും മറ്റുമായിട്ട് യാത്ര ചെയ്യുന്ന ഭിന്നശേഷിക്കാർക്കാണ് ഇത്തരത്തിൽ ഫുട്പാത്തിന് നടുവിൽ 3 കുറ്റികൾ, കോൺക്രീറ്റിന്റെ 3 കുറ്റികൾ വന്നതോടുകൂടി തങ്ങളുടെ യാത്ര സുഗമമല്ലാതെ അല്ലെങ്കിൽ തങ്ങളുടെ യാത്ര കൃത്യമായ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ നൌഷാദ് തെക്കേല് ജില്ലാ ഭരണകൂടത്തിൽ ഇടപെടുകയും തുടർന്ന് ഈ ഒരു കുറ്റികൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പ്രേക്ഷകർ ഇപ്പോൾ എന്റെ പിറകിൽ കാണാം, ഇവിടെ ഇപ്പോൾ 2 കുറ്റികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മധ്യത്തിൽ ഉണ്ടായിരുന്ന കുറ്റി ഇത്തരത്തിൽ നൌഷാദ് തെക്കേലിന്റെ പരാതിയെ തുടർന്ന് എടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മളോടൊപ്പം മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നൌഷാദ് തെക്കേലുണ്ട്. ബൈക്ക് യാത്രികർ ഈ ഫുട്പാത്തിലൂടെ കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 കുറ്റികൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കയുടെ ഇടപെടൽ കാരണം, ഇക്കയുടെ പരാതി കാരണം അത് എടുത്ത് മാറ്റേണ്ടി വരികയും ചെയ്തു. അപ്പോൾ എന്താണ് അത്തരത്തിൽ പരാതി നൽകാനിടയായിട്ടുള്ള സാഹചര്യം? അത് ഭിന്നശേഷിക്കാർക്കും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഒക്കെ വളരെ പ്രയാസം, സാധാരണ ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ വളരെ പ്രയാസം ഉണ്ട് ഇതിൽ യാത്ര ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, നിലവിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ട് ഇത്തരത്തില് ഈ കുറ്റികൾ നാട്ടരുത് എന്നുള്ളത്. അത് മാവൂർ റോഡിലൊക്കെ മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷന്റെ ഉത്തരപ്രകാരം പൊളിച്ചു മാറ്റിയതാണ്. ഇപ്പൊ ഇവിടെ ഭിന്നശേഷിക്കാരുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഈ ഫുട്പാത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഒരുപാട് ഭിന്നശേഷിക്കാർ വീൽ ചെയറിൽ കൂടി ഫുട്പാത്തിൽ കൂടി പോകുന്നു എന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സർക്കാരിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു നയമുണ്ട്, ഭിന്നശേഷി സൗഹൃദം എന്നുള്ളത്. ആ സൗഹൃദം അപഹരിക്കുന്ന, അത് വഷളാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ കുറ്റിവെച്ചാൽ അത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നതാണ് എന്റെ നയം. ഇപ്പം ഈ എരഞ്ഞിപ്പാലം ജംഗ്ഷൻ സംബന്ധിച്ചോളം തൊട്ടടുത്ത് തന്നെ കോഴിക്കോട് സഹകരണ ആശുപത്രി ഉണ്ട്, മറ്റൊരു സ്ഥലത്ത് മലബാർ ആശുപത്രി ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആശുപത്രികളുടെ നടുവിൽ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാർക്ക് കടന്നു പോകാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു നിർമ്മാണം, അതൊരു വലിയ പോരായ്മ തന്നെയാണ്. അതൊരു പോരായ്മ തന്നെയാണ്. എങ്കിൽ കൂടി ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ ഭിന്നശേഷി സൗഹൃദം ആയിരിക്കണം നമ്മുടെ പൊതു ഇടങ്ങൾ. ആ പൊതു ഇടങ്ങളിൽ ഇത്തരം കുറ്റി നാട്ടാൻ പാടില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്തുള്ളത് ആകുമ്പോൾ കുറച്ചുകൂടി പ്രയാസം എല്ലാവർക്കും ഉണ്ടാകും. ഇപ്പം എക്കയുടെ പരാതി കാരണം ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും നമ്മളിപ്പോ ഇവിടെ വരുന്ന സമയത്തും വീണ്ടും കാണുന്നത് ബൈക്ക് യാത്രികർ ഇതുവഴി പോകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ കുറ്റികളെടുത്ത് മാറ്റിയപ്പോൾ പിന്നെയും ബൈക്ക് യാത്രികർ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോ ആളുകള് നിങ്ങളുടെ ആ ഒരു ഇടപെടൽ കാരണം കുറ്റിയെടുത്ത് മാറ്റിയത് അത് പിന്നെയും ബുദ്ധിമുട്ടാവില്ല? അല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കേണ്ട ആളുകൾ പോലീസുകാരും മറ്റുള്ള അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ചെയ്യേണ്ട വഴിയാണ്. അല്ലാതെ നമ്മളിവിടെ നിന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അത് പൊതു ഇടങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. അത് കുറ്റിയല്ല, മറ്റെന്തും തന്നെ വെച്ച് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അതിന്റെ പേരിൽ ബൈക്ക് യാത്രകൾ പോവുകയാണെങ്കിൽ അത് അവരുടെ ഒരു ഇത് എന്ന് നമുക്ക് പറയാനുള്ളൂ. അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്, അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്.